അവൻ വഴികളെ അനുഗമിച്ചിരും അവരുടെ ചുവടുകളെ അനുഗമിച്ചിരും അവരുടെ ചുവടുകളെ ദൈവത്തിന് സ്തോത്രം. നമ്മളിപ്പോൾ വായിച്ചത് എഫെസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 13 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. അതിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അതിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് കാണാൻ: നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയും നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിന് തരേണ്ടതെന്നും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വെളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവരുടെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്നും അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന അതിൽ ഈ ഭാഗങ്ങൾ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകാൻ സഹായിക്കുന്ന ഒരു കാര്യം പൗലോസിന്റെ ഒരു പ്രാർത്ഥനയെ കുറിച്ചാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പൗലോസ് എഫെസോസിലെ സഭയ്ക്ക് വേണ്ടിയിട്ട് എഴുതുന്ന ഒരു പ്രാർത്ഥന, അല്ലെങ്കിൽ പൗലോസിന്റെ ജീവിതത്തിൽ പൗലോസ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം മറ്റൊന്നുമല്ല, പ്രാർത്ഥന. എന്താണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം? ഇതാണ് പ്രാർത്ഥന. നമ്മൾ എത്ര പേര് പ്രാർത്ഥിക്കുന്നവരായിട്ട് ഇവിടെ ഉണ്ട്? ഇവിടെ എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? നമ്മളെല്ലാവരും അല്ലെ, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ചോദിക്കുന്നത്, എന്താണ് പ്രാർത്ഥന? നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് എന്താണ് പ്രാർത്ഥന? ദൈവം അല്ലെങ്കിൽ ടു വേ കമ്മ്യൂണിക്കേഷൻ, ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം, അല്ലെങ്കിൽ ഞാനും എൻ്റെ ദൈവവുമായിട്ട് സംസാരിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പല വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഈ ഒരു വേദഭാഗം വായിച്ചപ്പോൾ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, പൗലോസ് ഇവിടെ പറയുന്നുണ്ട്, പൗലോസിന്റെ പ്രാർത്ഥനയെ നമ്മൾ കേട്ടു. പൗലോസ് എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെ? നമ്മുടെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ ഭൂമിയിൽ നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ, ഇത് എന്റെ കടഭാരം മാറണം, അല്ലെങ്കിൽ എന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരണം, എന്റെ ജീവിത സാഹചര്യങ്ങൾ മാറണം, ഇതെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഒരിക്കലും പൗലോസ് ഇവിടെ അതല്ല പ്രാർത്ഥിച്ചത്. പൗലോസിന്റെ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കാണാനായിട്ട് പറ്റും, പൗലോസ് എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്? ഇവിടെ ഇങ്ങനെയാണ് പറഞ്ഞത്: ദൈവവും തന്നെ മഹത്വമായ പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുക. ഇത് പൗലോസ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന എന്തെന്ന് പറഞ്ഞാൽ തന്റെ ഹൃദയദൃഷ്ടി എന്ത് ചെയ്യണം? പ്രകാശിക്കണം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ ഒരു പ്രാർത്ഥനയെ കുറിച്ച്. ഇന്ന് നമ്മുടെയും ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കും, എൻ്റെ ആവശ്യങ്ങൾ നിറവേറാൻ, അല്ലെങ്കിൽ എൻ്റെ സാഹചര്യങ്ങൾ മാറാൻ, എൻ്റെ കഷ്ടപ്പാടുകൾ മാറാൻ. ഈ ദിവസങ്ങളിൽ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ചൊരു കാര്യം, നമ്മുടെ പ്രാർത്ഥനകളെല്ലാം എന്ത് ചെയ്യണം? മാറണം. നമ്മുടെ ആവശ്യങ്ങളെല്ലാം മാറണം. പകരം ഇതുപോലത്തെ ഒരു പ്രാർത്ഥന, അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളെല്ലാം ഒന്ന് മാറ്റിയിട്ട് അത് പ്രാർത്ഥിക്കേണ്ടതെന്നല്ല അതിനർത്ഥം. അത് പ്രാർത്ഥിക്കണം, എൻ്റെ സ്വർഗത്തിലെ ദൈവം അല്ലെങ്കിൽ അപ്പനായിരിക്കുന്നവൻ അതെല്ലാം അറിയാം, നമ്മുടെ ആവശ്യങ്ങളെല്ലാം അറിയാം. പക്ഷേ ഇതുപോലൊരു പ്രാർത്ഥനയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥിക്കുന്നത്. അതായത് ദൈവത്തിന്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ ഒന്ന് നിലനിർത്തണേ. അതുപോലെ തന്നെ ആ ആത്മാവ് എൻ്റെ ഉള്ളിലോട്ടൊന്ന് വന്നെങ്കിൽ, ആ ആത്മാവ് എന്നിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പൗലോസ് പറഞ്ഞതുപോലെ എൻ്റെ ഹൃദയ ദൃഷ്ടി എന്ത് ചെയ്യാന്നുള്ളൂ? പ്രകാശിക്കത്തുള്ളൂ. ഇന്ന് പലക്കാലം നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ഒന്ന് മാറിയിട്ട് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? എൻ്റെ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കണം. എന്താണ്? ദൈവത്തോട് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കും, ദൈവമേ എൻ്റെ മറ്റെല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും ഒന്ന് മാറ്റി വെച്ചിട്ട് ദൈവമേ എൻ്റെ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കണം. എന്താണ് ഈ ഹൃദയദൃഷ്ടി? ഹൃദയദൃഷ്ടി എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, എൻ്റെ ഹൃദയത്തിന്റെ കാഴ്ചപ്പാടുകൾ, അല്ലെങ്കിൽ എൻ്റെ ആത്മീയമായിട്ട് ഞാൻ ചിന്തിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ആത്മീയമായിട്ട് ഞാൻ എൻ്റെ കാഴ്ചപ്പാടുകളെല്ലാം ഒന്ന് മാറണം. എൻ്റെ മാനുഷ്യമായിട്ടുള്ള എല്ലാ കാഴ്ചപ്പാടുകളും മാറ്റി, അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിന്റെ
ഹൃദയ ദൃഷ്ടി എന്ത് ചെയ്യണം? ഒന്ന് പ്രകാശിക്കണം. പലപ്പോഴും ഈ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കാത്തത് കൊണ്ടാണ് ഇന്ന് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, പല കാര്യങ്ങളും തിരിച്ചറിയാൻ എനിക്ക് പറ്റാത്തത്. അതുകൊണ്ട് അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ ഈ ഒരു ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിക്കണമേ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പൗലോസ് എന്ത് ചെയ്തത്? ദൈവമേ എന്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മളും പ്രാർത്ഥിക്കണം, ദൈവമേ എന്റെ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിച്ചു തരണമേ. എന്തിനാണെന്ന് അറിയാമോ നമ്മൾ ആ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ച് തരണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടത്? ഒന്നാമതായിട്ട് ഇവിടെ താഴോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപാടിനെയും, അതായത് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം എനിക്ക് എന്ത് വേണം? ഞാൻ അറിയണം. അതിന് എന്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചെങ്കിൽ മാത്രമേ എനിക്ക് പറ്റത്തുള്ളൂ. ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, അല്ലെങ്കിൽ ദൈവം നല്ലവനാണ്, അല്ലെങ്കിൽ ഇവിടെ പലപ്പോഴും ഇവിടെ വർഷപ്പിൽ നിന്നപ്പോഴും പറഞ്ഞു ദൈവം നല്ലവനാണ്, പക്ഷെ ഇത് നമുക്ക് കേൾക്കാം. പക്ഷെ ഇത് എപ്പോഴാണ് ഞാൻ രുചിച്ചറിയുന്നത്? എന്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചെങ്കിൽ മാത്രമേ എനിക്ക് തിരിച്ചറിയാനായിട്ട് പോകും. പലരും പറയും ഇവിടെ ഇരിക്കുന്ന എന്റെ ദൈവം എനിക്ക് വേണ്ടി കരുതുന്നവനാണ്, അല്ലെ? ഇവിടെ ഇരിക്കുന്ന പലരും പറയും. പക്ഷേ ഇന്ന് എത്ര പേർക്ക് പറയാനായിട്ട് പറ്റും, ഞാൻ എന്റെ ജീവിതത്തിൽ ഇത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടോ? എന്റെ ദൈവം എന്നെ സൗഖ്യപ്പെടുത്തുന്ന ദൈവമാണെന്നും എന്റെ ദൈവം സൃഷ്ടിതാവാണെന്നും അവൻ മഹത്വത്തിന്റെ ദൈവമാണെന്നെല്ലാം ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ എനിക്കൊരു അനുഭവിച്ച് അറിയണമെങ്കിൽ, ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ അത് അനുഭവിച്ചറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്നറിയാമോ? ദൈവമേ എൻ്റെ ഹൃദയ ദൃഷ്ടി, എൻ്റെ കാഴ്ചപ്പാടുകൾ, എൻ്റെ ഹൃദയത്തിന്റെ കാഴ്ചപ്പാടുകൾ, ചിന്തകൾ ഒന്ന് മാറ്റണമേ. ഇതായിരിക്കണം എൻ്റെ പ്രാർത്ഥന. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? വ്യക്തിപരമായിട്ട് എൻ്റെ ദൈവത്തെ എനിക്ക് രുചിച്ചറിയാൻ പറ്റും. അങ്ങനെയെങ്കിൽ ഞാൻ ആദ്യം പറയുന്ന കാര്യം, നിങ്ങൾ ഈ ദിവസങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മറ്റു പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ഒന്ന് മാറ്റിയിട്ട് ദൈവമേ എൻ്റെ ഹൃദയത്തിന്റെ ആ ദൃഷ്ടി എന്നിലൊന്ന് വെളിപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കണമേ. എന്റെ ചിന്തകളും എന്റെ കാഴ്ചപ്പാടുകളും എല്ലാം ഒന്ന് മാറ്റി തരണമേ ദൈവമേ. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ആ ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റും? അനുഭവിച്ചറിയാൻ പറ്റും. എന്റെ ദൈവം നല്ലവനാണെന്നും എന്റെ ദൈവം സർവ്വശക്തനാണെന്നും ഇതെല്ലാം നിങ്ങൾക്ക് അനുഭവിച്ചറിയണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കണം. രണ്ടാമതായിട്ട് അതിന്റെ താഴോട്ടുള്ള വാക്യം ഇങ്ങനെ പറഞ്ഞാൽ, അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെയും മഹിമാതനം ഇന്നതെന്നും. അത് തൊട്ട് താഴെ പറയുന്ന രണ്ടാമത്തെ കാര്യം. ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ദൈവത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയും, അല്ലെ? ദൈവത്തെ നമ്മൾ വ്യക്തിപരമായിട്ട് രുചിച്ചറിയും. രണ്ട്, ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തെന്നറിയാമോ? ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്ന് നമ്മൾ എന്ത് ചെയ്യും? തിരിച്ചറിയും. അമ്മ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളോട് ഞാൻ ചോദിക്കുകയാണ്, ദൈവം നിങ്ങൾ എന്തിനാണ് വിളിച്ചതെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്ക് എന്ത് ഒരു ഉറപ്പായിട്ട്, അല്ലെങ്കിൽ ഇന്ന ഒരു കാര്യത്തിനാണ് ദൈവം എന്നെ വിളിച്ചതെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒന്ന് എനിക്ക് പറയാൻ പറ്റും, കാര്യം ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും കടന്നു വന്നത് എന്താണ്? ദൈവം അറിഞ്ഞിട്ടാണ്. ദൈവം അറിയാതെ അല്ല ഒരു വ്യക്തി ഇവിടെ കടന്നു വന്നത്. ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്ത്? ദൈവത്തിന് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെ കുറിച്ചും ഓരോ ഉദ്ദേശമുണ്ട്. അത് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവം എന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി ഒന്ന് തുറന്നതാണ്. ആ ദൃഷ്ടി തുറന്നെങ്കിൽ മാത്രമേ ഇവിടെ പറഞ്ഞതുപോലെ എന്നെ വിളിച്ച വിളി എന്തെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. നമുക്ക് നോക്കുമ്പോൾ പഴയ കാലത്തിലെല്ലാം നമ്മൾ നോക്കുമ്പോൾ മോശയെ ദൈവം വിളിച്ചു, അല്ലെ? മുൾപടർപ്പിൽ മോശയെ വിളിച്ചിട്ട് വെറുതെ വിട്ടില്ല, കുറച്ച് കാര്യങ്ങൾ അവനോട് പറഞ്ഞു. അതുപോലെ തന്നെ ശമൂവേൽ ബാലിനെ വിളിച്ചു, അതുപോലെ തന്നെ ശൗലിനെ വിളിച്ചു. ഇവരെല്ലാം വിളിച്ചിട്ട് ദൈവം വെറുതെ ഒന്നും അല്ല വിളിച്ചിട്ട് എന്ത് ചെയ്തു? അവരോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇന്ന് പാൽക്കാലം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ചിന്തിക്കണം. വെറുതെ ഒന്നും അല്ല നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ കടന്നു വന്നത് നമ്മൾ ഓരോരുത്തരെയും ദൈവം വിളിച്ചെങ്കിൽ, അല്ലെ? എത്രയോ പേരുണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളുടെ കുടുംബത്തില്, നിങ്ങളുടെ ചാച്ചക്കാർ, നിങ്ങളുടെ ദേശത്തിന്റെ നടുവിൽ നിങ്ങളെ വിളിച്ചത് വെറുതെ ഒന്നും അല്ല. കാരണം എന്താണ്? നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്, അല്ലെ? നമ്മൾ പലപ്പോഴും നമ്മൾ ഒരു വ്യക്തിയെ നമ്മൾ സാധാരണഗതിയിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ പലപ്പോഴും നമ്മൾ ആരെങ്കിലും ഒരു വ്യക്തിയെ വിളിക്കുകയാണ്, അല്ലെങ്കിൽ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വന്ന് നമ്മുടെ അടുത്ത് നിന്നിട്ട് നമ്മൾ വെറുതെ അങ്ങ് വിടുമോ? ഇല്ല. അവരെന്ത് ചെയ്യും? വിളിച്ച കാര്യം വ്യക്തമായിട്ട് പറയും, അല്ലെ? നിന്നെ ഞാൻ എന്തിനാണ് വിളിച്ചത് നമ്മൾ പറയും. നീ അത് എടുത്തോണ്ട് പോവാ, അല്ലെങ്കിൽ നീ ഇത് ചെയ്യാനാണ് ഞാനിപ്പോ നിന്നെ വിളിച്ചതെന്ന് നമ്മൾ വ്യക്തമായിട്ട് പറയാം. അങ്ങനെയെങ്കിൽ എന്റെ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോരുത്തരും വിളിച്ചതിന് ഒരു ഉദ്ദേശമുണ്ട്. ആമേ. ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവം എന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി ഒന്ന് എനിക്ക് തുറന്നു തരണമേ, അല്ലെങ്കിൽ എന്റെ കാഴ്ചപ്പാടുകൾ ഒന്ന് മാറണമേ. എങ്കിൽ മാത്രമേ എനിക്ക് എന്റെ ദൈവത്തിന്റെ വിളി എന്തെന്ന് എനിക്ക് തിരിച്ചറിയാനായിട്ട് പറ്റത്തുള്ളൂ. മൂന്നാമത്തെ കാര്യം അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ, നമുക്ക് വേണ്ടി 19ാമത്തെ വാക്യം, നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതെന്നും പ്രാർത്ഥിക്കുന്നു. മൂന്നാമത്തെ കാര്യം എന്താണ്? ഹൃദയദൃഷ്ടി പ്രകാശിച്ചെങ്കിൽ മാത്രമേ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന്റെ ശക്തി എന്തെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പലപ്പോഴും ഇവിടെ ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ വരുമ്പോഴും അല്ലെങ്കിലൊക്കെ നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെ കുറിച്ചുള്ള, അല്ലെങ്കിൽ അവരാരാണെന്നുള്ള ബോധ്യം നമുക്ക് പലപ്പോഴും ഇല്ല, അല്ലെ? ഒരു പ്രാർത്ഥനാ വിഷയം തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ
ദൈവം ഇത് കിട്ടുമോ എന്തോ, ഇത് തരാൻ ദൈവത്തിന് പറ്റുമോ എന്തോ, പല സംശയങ്ങളും, ദൈവത്തിന് ഇത് പറ്റുമോ എന്തോ, ഇതാണ് നമ്മുടെ ഹൃദയത്തിലെ ചിന്ത. പക്ഷേ ഇതെന്തുകൊണ്ടെന്ന് അറിയാമോ ഈ ചിന്ത നമുക്ക് വരുന്നത്? ദൈവത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിന്റെ കാഴ്ചപ്പാടുകൾ പലതും തെറ്റായ കാഴ്ചപ്പാടുകളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഹൃദയത്തിന്റെ കാഴ്ചപ്പാടുകൾ എന്ത് ചെയ്യണം? മാറണം. അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. എങ്കിൽ മാത്രമേ ഞാൻ ആരാധിക്കുന്ന ദൈവം ആരെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റൂ. എൻ്റെ ദൈവം ആരാണ് എന്ന് നിങ്ങളടുത്ത് ചോദിക്കുകയാണ്. നമ്മുടെ ദൈവം, നമ്മൾ ആരാധിക്കുന്ന ദൈവം ആരാണ്? സർവശക്തനാണ്. ആരാണ്? സർവശക്തനാണ്. ഇന്ന് ഉറച്ച് വിശ്വസിക്കണം. നമ്മൾ ആരാധിക്കുന്ന ദൈവം ആരാണ്? സർവശക്തൻ. ഇവിടെ എങ്ങനെയാണ് പറഞ്ഞാൽ ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, അല്ലെ? നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന് എന്തുണ്ട്? ശക്തിയുണ്ട്. ആ ശക്തിക്ക് ഒരു അളവറ്റ വലിപ്പമുണ്ട്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വലിപ്പമുണ്ട്. അല്ലെങ്കിൽ ആ ശക്തിയെ നമുക്ക് നമ്മുടെ വാക്കുകളിലൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. അതിനേക്കാളൊക്കെ ഉയരത്തിലാണ് ദൈവത്തിന്റെ ശക്തി. ഇതൊന്നും പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഗ്രഹിക്കുന്നില്ല. ഇതൊന്നും നമുക്ക് ബോധമില്ല. അതുകൊണ്ടാണ് നമ്മൾ പല പ്രാർത്ഥനകളും പ്രാർത്ഥിച്ച ദൈവം എനിക്കിത് കിട്ടുമോ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചിന്തിക്കുന്നത്. ഇന്ന് പലക്കാലം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം, നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഒന്ന് മാറ്റി ഈ ദിവസങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമേ, എൻ്റെ പല സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം ഞാൻ കടന്നു പോകുന്നത്, കഷ്ടത്തിന്റെയും അല്ലെങ്കിൽ കണ്ണുനീരിന്റെ ഒക്കെ അവസ്ഥയായിരിക്കാം. ദൈവം ഇതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. കർത്താവ് എൻ്റെ കാഴ്ചപ്പാടുകൾ ഒന്ന് മാറണം, എൻ്റെ ചിന്തകളൊന്ന് മാറാൻ നീ എന്നെ സഹായിക്കണമേ, ഇതെല്ലാം എൻ്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, എൻ്റെ ദൈവത്തെക്കുറിച്ച് എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. 2, എൻ്റെ വിളി എനിക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. 3, ഇപ്പോൾ പറഞ്ഞ ആ ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? മനസ്സിലാക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഈ ദിവസങ്ങളിൽ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥനയിൽ വ്യക്തിപരമായിട്ടൊരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? ഈ ഒരു പ്രാർത്ഥന, പൗലോസിനെ കുറിച്ച് നമ്മൾ പഠിച്ച പ്രാർത്ഥന എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ.